യെസ്, ശ്രീനോദ് സംസുദ്ദീനാണ് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് ആരാധകരുടെ ആവേശം പകർത്തി തന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സഫാൻ റാഷിദ് ചേരുകയാണ് മീഡിയ വൺ വെബ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. സഫാൻ, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ, ഇത് സാധാരണഗതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായുള്ളൊരു ആവേശമുണ്ട്. പക്ഷേ ഇത്തവണ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജയിച്ചാൽ ഏതാണ്ട് സെമി ഉറപ്പിക്കാം. എന്താണ് ഇന്ത്യയുടെ സാധ്യതകൾ? ഈ പ്ലേയിങ് 11-ൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ടോ? തീർച്ചയായും ഇന്ത്യ പാകിസ്ഥാൻ പോര് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ക്രിക്കറ്റിലെ ഏറ്റവും വലിയൊരു റൈവലറിയാണ്. പക്ഷേ പോയൊരു പ്രത്യേകിച്ച് 2010 ശേഷമുള്ള മത്സരങ്ങൾ നോക്കിയാൽ പ്രത്യേകിച്ചും ഏകദിനത്തിൽ ഇന്ത്യക്ക് വലിയൊരു ആധിപത്യമുണ്ട്. ഇപ്പോൾ അവസാനം കളിച്ച 10 ഏകദിനങ്ങളിൽ 2 തവണ മാത്രമാണ് പാകിസ്ഥാൻ ജയിച്ചത്. പക്ഷേ അതിൽ ഇന്ത്യക്ക് ഒരു ആശങ്കയുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ എന്നും പാകിസ്ഥാന് എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു എഡ്ജുണ്ട്. കാരണം 5 തവണ കളിച്ചതിൽ 3 തവണയും പാകിസ്ഥാനൊപ്പമായിരുന്നു വിജയം. അതിൽ തന്നെ ഏറ്റവും അവസാനമായി നടന്ന ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചത് ഓർമ്മയുണ്ട്. ഇനിയും ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ യുഎയിലെ പിച്ച് എന്ന് പറയുന്നത് പൊതുവിൽ ഒരു സ്ലോ പിച്ചായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ 59 മത്സരങ്ങൾ നടന്നതിൽ വെറും 4 തവണ മാത്രമാണ് ഒരു ടീമിൻ്റെ സ്കോർ 300 എന്ന് പറയുന്ന സംഖ്യ പിന്നിട്ടത്. അതിൽ തന്നെ 2019 ഏറ്റവും അവസാനമായി പാകിസ്ഥാൻ തന്നെയായിരുന്നു അന്ന് 300 പിന്നിട്ടത്. പിന്നീട് നമ്മൾ പോയ മത്സരത്തിലും കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പോലും ആ ഒരു ചെറിയ സ്കോറിൽ പോലും എത്താൻ ഇന്ത്യ 47 ഓവറുകൾ അന്ന് ഇന്ത്യക്ക് വേണ്ടി വന്നിരുന്നു. പൊതുവേ പേസ് ബോളർമാരെക്കാളും സ്പിന്നർമാർ ആധിപത്യം പുലർത്തുന്ന ഒരു മത്സരമായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പാകിസ്ഥാൻ്റെ ബോളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻകാലത്ത് പാകിസ്ഥാൻ്റെ പേസ് ബട എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിറച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ വഖാർ യൂനിസ് അല്ലെങ്കിൽ വസീം അക്രം, പിന്നീട് ഷുഐബ് അക്തർ വന്നു, പക്ഷേ പിന്നീട് മുഹമ്മദ് ആമിർ വന്നു. പക്ഷേ ഇന്ന് അവർക്ക് അതിനൊപ്പം നിൽക്കാൻ പോകുന്ന പേരുകളൊന്നുമില്ല. കാരണം ഇന്നുള്ളത് നസീം ഷാ, ഷെയ്ൻ ഷാ, അഫ്രീദിയൊക്കെ വലിയ പേരുകളാണെങ്കിലും അവർക്കൊന്നും ഈ യുഎയിൽ പിച്ചിൽ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടാകില്ല എന്നാണ് പിച്ച് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി കളിയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കളിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായും അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്.